വിദ്യാർത്ഥികൾക്കും സിക്സി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ്. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം? കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റെസ്പിറേഷനെ കുറിച്ച്, സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ച് പഠിച്ചു. അവിടെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അതായത് സെല്ലുലാർ റെസ്പിറേഷൻ, എയ്റോബിക് റെസ്പിറേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തേത് പൈറൂവിക് ആസിഡിനെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡൈസ് ചെയ്ത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഓക്സിജനിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്സിജൻ ആണ് ഇലക്ട്രോണുകളുടെ ഫൈനൽ അക്സെപ്റ്റർ. അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തിട്ട് ATP സിന്തസിസ് നടക്കുന്നു. ഈ പറഞ്ഞ ഇലക്ട്രോണിന്റെ ആ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഇലക്ട്രോണിനെ ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ ATP സിന്തസിസ്, ഇതൊക്കെ നടക്കുന്നത് ശരിക്കും ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെയാണ്. അതായത് നമ്മുടെ ഗ്ലൈക്കോളിസിസ്, അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിള്, അത്രയും പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്ത് ATP ഉണ്ടാകുന്നത് കൂടാതെ NADPH2, അതുപോലെ തന്നെ FADH2. ഓക്കെ, അപ്പോൾ ഈ NADH2, FADH2 അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഹൈ എനർജി മോളിക്യൂൾസ് ഇല്ലേ, ATP അല്ലാതെ, ആ മോളിക്യൂൾസിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് ATP ആക്കി മാറ്റണം. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഈ പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ആ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഒരു ഫിഗറാണിത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ മെറ്റബോളിക് പാത്വേ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റബോളിക് പാത്വേ ആണ് ത്രൂ വിച്ച് ഇലക്ട്രോൺസ് പാസസ് ഫ്രം വൺ കാരിയർ ടു അനദർ. ഇവിടെ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഒരു കാരിയറിൽ നിന്നും അടുത്ത കാരിയറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ മെറ്റബോളിക് പാത്വേ ഇൻ വിച്ച് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാരിഡ് ഫ്രം വൺ കാരിയർ ടു അനദർ. ഒരു കാരിയറിൽ നിന്നും അടുത്ത കാരിയറിലേക്ക് ഇലക്ട്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെറ്റബോളിക് പാത്വേ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ നമുക്ക് സംശയം വരും, ഇലക്ട്രോൺസ് എങ്ങനെ ഉണ്ടാകുന്നു? അതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഫോം ചെയ്യുന്നുണ്ട്? നോക്കിയേ, നമ്മുടെ NADH2 ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? FADH2 ഫോം ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തല്ല? ഡയറക്റ്റ് ATPs അല്ല. അതിനെയൊക്കെ എന്താക്കി മാറ്റണം? ഓക്സിഡൈസ് ചെയ്ത്, അതായത് ടെർമിനൽ ഓക്സിഡേഷൻ നടത്തി എന്ത് ചെയ്യണം? ATP ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനെയൊക്കെ ATP ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. ആ ഇലക്ട്രോൺസിനെയാണ് ഇലക്ട്രോൺ ക്യാരിയേഴ്സിലൂടെ പാസ് ചെയ്ത് വിടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറഞ്ഞ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? ഇന്നർ മെംബ്രെയിൻ. ഞാൻ ആ മൈറ്റോകോൺട്രിയയുടെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ. ഇനി ഇന്നർ മെംബ്രെയിൻ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അകത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഫോൾഡ് ആയിട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അതാണ് ഇന്നർ മെംബ്രെയിൻ. ഈ ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? മാട്രിക്സ്. മാട്രിക്സ്, ഇതാണ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഔട്ടർ മെംബ്രെയിൻ ആണ്. ഔട്ടർ മെംബ്രെയിൻ. ഇതെന്താണ്? ഇന്നർ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എയ്റോബിക് റെസ്പിറേഷനിലെ ക്രെബ്സ് സൈക്കിൾ പോലെയുള്ള പ്രോസസ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്?
നമ്മുടെ ഉള്ളിലുള്ള ഈ മാട്രിക്സിന്റെ ഉള്ളിലാണ്. ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന NADPHനെയും എവിടെ കൊണ്ടുവരുന്നുണ്ട്? ഈ മാട്രിക്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിസിന്റെ ഫലമായിട്ട് ഉണ്ടായ NADH എവിടെ വന്നു? ഇവിടെ വന്നു. അതുപോലെ തന്നെ ബാക്കി ക്രെബ്സ് സൈക്കിൾ പോലെയുള്ള റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന NADH2, FADH2 ഒക്കെ എവിടെയാണ്? ഈ മാട്രിക്സിന്റെ ഉള്ളിലാണ്. ഈ മാട്രിക്സിന്റെ ഉള്ളിലുള്ള ഈ എനർജി മോളിക്യൂൾസിനെയാണ് നമുക്ക് എന്തായിട്ട് മാറ്റേണ്ടത്? ഓക്സിഡൈസ് ചെയ്ത് ATP ആയിട്ട് മാറ്റേണ്ടത്. അപ്പോൾ ഈ ഒരു ലെയർ എന്ന് പറയുന്നത് നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് വരച്ചാൽ എങ്ങനെ വരും? ദേ ഇവിടെ ഔട്ടർ മെംബ്രെയിൻ വരും, ഇവിടെ എന്ത് വരും? ഇന്നർ മെംബ്രെയിൻ വരും. ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് വരും? മാട്രിക്സ് വരും. ഈ ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഇതിനിടയിലുള്ള സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. എന്താണ്? ഔട്ടർ മെംബ്രെയിന്റെയും ഇന്നർ മെംബ്രെയിന്റെയും, അതായത് ഇതാണ് ഔട്ടർ മെംബ്രെയിൻ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന സ്പേസ് ഇല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. വരികയാണെങ്കിൽ ദേ ഇവിടെ ആയിട്ട് വരും. അതിനുശേഷം ഔട്ടർ മെംബ്രെയിൻ കഴിഞ്ഞ് വരുന്നത് എന്താ? ഇതാണ് ഔട്ടർ മെംബ്രെയിൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അതാണ് ദേ ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ കണ്ടോ? ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഈ നേരെയുള്ള ഇത്രയും പോർഷനാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ്. അത് കഴിഞ്ഞാണ് ഇന്നർ മെംബ്രെയിൻ. ഇന്നർ മെംബ്രെയിൻ ആണ് ദേ ഈ കാണിച്ചിരിക്കുന്നത്, ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? മാട്രിക്സ് വരുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? പുറമേ എന്ത് വരും? ഔട്ടർ മെംബ്രെയിൻ, ഉള്ളില് ഇന്റർ മെംബ്രെയിൻ സ്പേസ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നർ മെംബ്രെയിൻ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് വരും? മാട്രിക്സ് വരും. മാട്രിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഇന്നർ മെംബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ആ ഇന്നർ മെംബ്രെയിനിൽ കാണുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉള്ളിലെ മാട്രിക്സിൽ കാണപ്പെടുന്ന NADH2, FADH2 ഒക്കെ ഈ ഇന്നർ മെംബ്രെയിനിലുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രോസസ്സ് പഠിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എവിടെയാ കാണപ്പെടുന്നത്? ഇന്നർ മെംബ്രെയിനിലാണ്. ഇതാണ് നമ്മുടെ ഇന്നർ മെംബ്രെയിൻ. ഇപ്പുറത്തെ സൈഡ് എന്താണ്? ഇന്റർ മെംബ്രെയിൻ സ്പേസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഔട്ടർ മെംബ്രെയിൻ വരും. അത് നമ്മൾ വരച്ചിട്ടില്ല. ഇനി ഈ ഇന്നർ മെംബ്രെയിന്റെ അപ്പുറത്തെ ഭാഗത്താണ് മാട്രിക്സ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നർ മെംബ്രെയിനിലാണ് എന്തുള്ളത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ളത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരിയേഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് കോംപ്ലക്സുകളായിട്ടാണ് കാണപ്പെടുന്നത്. എന്തായിട്ടാണ് കാണപ്പെടുന്നത്? കോംപ്ലക്സുകളായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇന്നർ മെംബ്രെയിനിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണിത്. ഇവിടെ എന്തുണ്ട്? ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് കോംപ്ലക്സുകൾ എന്ന പേരിലാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ആ കോംപ്ലക്സുകളെ ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, നോക്കിയേ, ഇതാണ് ഒന്നാമത്തെ ക്യാരിയർ. ദാ ഈ വരച്ചിരിക്കുന്നത് കണ്ടോ? ഓറഞ്ച് പോലുള്ള കളറിൽ വരച്ചിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ക്യാരിയർ. ഈ ഒന്നാമത്തെ ക്യാരിയർ ഇതാണ്. ഈ ക്യാരിയർ എന്ത് ചെയ്യുന്നു? അതെ, ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ ഫസ്റ്റ് പൊസിഷനിൽ കാണുന്നു. ഈ ക്യാരിയറിന്റെ പേരാണ് കോംപ്ലക്സ് 1. എന്താണ്? കോംപ്ലക്സ് 1. അപ്പൊ ഇതാണ് എന്ത്? കോംപ്ലക്സ് 1 എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് 1ന്റെ മറ്റൊരു പേരാണ് ഇതായി കൊടുത്തിരിക്കുന്നത് NADH ഡീഹൈഡ്രോജനേസ്. എന്താണ്? NADH ഡീഹൈഡ്രോജനേസ്. അപ്പൊ നമുക്കറിയാം NADH ഡീഹൈഡ്രോജനേസ് എന്ന് വെച്ചാൽ എന്താണ്? NADHല് ഡീഹൈഡ്രോജനേഷൻ നടത്തുന്നു. ഓക്കെ, NADH2നെ സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? NAD+ ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോംപ്ലക്സ് നമ്പർ 1 അല്ലെങ്കിൽ കോംപ്ലക്സ് 1ന്റെ ഫംഗ്ഷൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ കോംപ്ലക്സ് 1 കണ്ടോ? കോംപ്ലക്സ് 1 ഇതാണ് കോംപ്ലക്സ് 1 എന്ന് പറയുന്നത്. കോംപ്ലക്സ് 1ന്റെ പ്രത്യേകത എന്താ? അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? NADH ഡീഹൈഡ്രോജനേസ്. അപ്പൊ NADH ഡീഹൈഡ്രോജനേസ്. ഓക്കെ,
ഇനി NADH ഡീഹൈഡ്രജനേസിന് ശേഷം അടുത്തത് ഇതാണ് ഒന്നാമത്തെ കോംപ്ലക്സ്. അടുത്തതിരിക്കുന്നത് കോംപ്ലക്സ് നമ്പർ 3 ആണ്. അപ്പോൾ 1 കഴിഞ്ഞ് 2 അല്ല, 1 കഴിഞ്ഞിരിക്കുന്ന ആളാരാണ്? 3 ആണ്. കോംപ്ലക്സ് നമ്പർ 3 ആണ്. കോംപ്ലക്സ് നമ്പർ 3 ഇതാണ് കോംപ്ലക്സ് നമ്പർ 3. ഓക്കെ, കോംപ്ലക്സ് നമ്പർ 3യുടെ പേരാണ് സൈറ്റോക്രോം BC1. കണ്ടോ, സൈറ്റോക്രോം BC1. ഇനി അടുത്ത കോംപ്ലക്സ് ആണ് ഈ കാണുന്ന കോംപ്ലക്സ്. ഓക്കെ, ഇതാണ് കോംപ്ലക്സ് നമ്പർ 2. അപ്പോൾ 1 3 2. ഓക്കെ, കോംപ്ലക്സ് നമ്പർ 2 അതിന്റെ പേരെന്താ? സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ്. എന്താണ്? സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ് എന്നാണ്. അതായത് നമ്മൾ മറ്റേ ക്രെബ്സ് സൈക്കിൾ പഠിച്ച സമയത്ത് അവിടെ സക്സീനിക് ആസിഡിൽ നിന്ന് ഫ്യൂമറേറ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ആ സക്സീനിക് ആസിഡിൽ നിന്നും ഫ്യൂമറേറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ FADH2 ഫോം ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലേ? അപ്പൊ അതിന്റെ ആ ഒരു പ്രോസസ്സിന് സഹായിക്കുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ് ആണ്. നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്ത കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് നമ്പർ 4. അതിന്റെ പേരാണ് സൈറ്റോക്രോം C ഓക്സിഡൈസ്. സൈറ്റോക്രോം C, ഇതാണ് സൈറ്റോക്രോം C. അതിനെ ഓക്സിഡൈസ് ചെയ്യുന്നതാണ്. അത് പ്രോസസ്സ് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എത്ര കോംപ്ലക്സ് ആണ്? 4 കോംപ്ലക്സുകളാണ്. ഒന്നാമത്തതാണ് കോംപ്ലക്സ് നമ്പർ 1, രണ്ടാമത്തേത് കോംപ്ലക്സ് നമ്പർ 3, മൂന്നാമതിരിക്കുന്നത് കോംപ്ലക്സ് നമ്പർ 2 ആൻഡ് നാലാമതിരിക്കുന്നത് കോംപ്ലക്സ് നമ്പർ 4. കോംപ്ലക്സ് നമ്പർ 1ന്റെ പേരാണ് എന്ത്? NADH ഡീഹൈഡ്രജനേസ്. ഇനി കോംപ്ലക്സ് നമ്പർ 2ന്റെ പേരാണ് സൈറ്റോക്രോം BC1. കോംപ്ലക്സ് നമ്പർ 3യുടെ പേരാണ് സൈറ്റോക്രോം BC1. ഇനി കോംപ്ലക്സ് നമ്പർ 2ന്റെ പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ്. കോംപ്ലക്സ് നമ്പർ 4ന്റെ പേരാണ് സൈറ്റോക്രോം ഓക്സിഡൈസ്. അങ്ങനെ കോംപ്ലക്സുകൾ 4 പേരും ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി അഞ്ചാമത് നമ്മുടെ ATP സിന്തേസ് എൻസൈമും ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ATP സിന്തേസ് എൻസൈം. ഇത്രയും അടങ്ങുന്നതാണ് ഈ കോംപ്ലക്സുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇനി ഓരോ കോംപ്ലക്സുകളും, കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? ഒന്നിലധികം ആളുകളുള്ള ഒരു ഗ്രൂപ്പ്, അതല്ലേ കോംപ്ലക്സ്? ഒന്നിലധികം ഘടകങ്ങളുള്ള ഗ്രൂപ്പ്. അപ്പോൾ ഓരോ കോംപ്ലക്സിന്റെ ഉള്ളിലും മറ്റാരെങ്കിലും ഒക്കെ കാണത്തില്ലേ? കാണും. നമ്മൾ ഒന്നാമത്തെ കോംപ്ലക്സ് എടുത്ത് നോക്കിയാൽ അതിനകത്തുള്ള ഫസ്റ്റ് മെമ്പർ ആണ് FMN. ഫസ്റ്റ് മെമ്പർ ആരാണ്? FMN. അപ്പോൾ കോംപ്ലക്സ് നമ്പർ 1ലെ ആദ്യത്തെ മെമ്പറിന്റെ പേരെന്താണ്? FMN. അടുത്തത് രണ്ടാമത്തെ ആളാണ് FES. എന്താണ്? FES, അയൺ സൾഫർ കോമ്പൗണ്ട്. ഓക്കെ, FES. അപ്പോൾ ഫസ്റ്റ് FMN, FES ഇവർ രണ്ടുപേരും ചേരുന്നതാണ് കോംപ്ലക്സ് നമ്പർ 1. ഇനി കോംപ്ലക്സ് നമ്പർ 3 നോക്കിയേ. കോംപ്ലക്സ് നമ്പർ 3ല് 3 പേരുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളാരാണ്? സൈറ്റോക്രോം B. അത് കഴിഞ്ഞിട്ട് ഒരു FES, അത് കഴിഞ്ഞ് സൈറ്റോക്രോം C1. ഓക്കെ, സൈറ്റോക്രോം B, FES, സൈറ്റോക്രോം C1. അടുത്തത് എന്താണ്? കോംപ്ലക്സ് നമ്പർ 2 ആണ്. കോംപ്ലക്സ് നമ്പർ 2ല് FES മാത്രമാണ് ഉള്ളത്. കോംപ്ലക്സ് നമ്പർ 3, കോംപ്ലക്സ് നമ്പർ 3ൽ ആരൊക്കെയുണ്ട് നോക്ക്? ഒരു CuA ഉണ്ട്, കോപ്പർ A ടൈപ്പ് ഉണ്ട്. പിന്നെ സൈറ്റോക്രോം A ഉണ്ട്, സൈറ്റോക്രോം A3 ഉണ്ട്, അതുപോലെ തന്നെ CuB ഉണ്ട്, ഒരു കോപ്പർ B ടൈപ്പ് പാർട്ടിക്കിളും ഉണ്ട്. അപ്പൊ ഇത്ര അടങ്ങുന്നതാണ് കോംപ്ലക്സ് നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കോംപ്ലക്സ് 5 അല്ലെങ്കിൽ നമ്മുടെ ATP സിന്തേസ് എൻസൈം, അതിന്റെ 2 ഭാഗങ്ങളുണ്ട്. F0 പാർട്ടിക്കിളും ഉണ്ട്, F1 ഉണ്ട്. ഇനി ഈ പറഞ്ഞ കോംപ്ലക്സുകൾ അല്ലാതെ ഇവയുടെ ഇടയിൽ കുറച്ച് ആളുകളുണ്ട്, പ്രോസ്തറ്റിക് ഗ്രൂപ്പുകൾ. അതിന്റെ പേരാണ് ഒന്നാമത്തേത് യൂബിക്വിനോൺ. എന്താണ്? UQ അല്ലെങ്കിൽ യൂബിക്വിനോൺ. യൂബിക്വിനോൺ എവിടെ കാണപ്പെടുന്നു? കോംപ്ലക്സ് 1ന്റെയും കോംപ്ലക്സ് 3യുടെയും ഇടയിൽ കാണപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ യൂബിക്വിനോൺ ഉണ്ട്. ഏതിനും ഇടയിൽ? കോംപ്ലക്സ് 2ന്റെയും കോംപ്ലക്സ് 3യുടെയും ഇടയിലുണ്ട്. ദാ ഇവിടെ യൂബിക്വിനോൺ കണ്ടോ? അപ്പൊ കോംപ്ലക്സ് 1ന്റെയും 3യുടെയും ഇടയിലും കോംപ്ലക്സ് 2ന്റെയും 3യുടെയും ഇടയിൽ എന്തുണ്ട്? യൂബിക്വിനോൺ എന്ന് പറയുന്ന പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്. ഇനി
മറ്റൊരു പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേരാണ് സൈറ്റോക്രോം സി. അതെവിടെ കാണപ്പെടുന്നു? കോംപ്ലക്സ് 3യുടെയും കോംപ്ലക്സ് 4ന്റെയും ഇടയിൽ കാണുന്നു. കണ്ടോ, ഇതാണ് കോംപ്ലക്സ് 3. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കോംപ്ലക്സ് 4. ഇതിന്റെ ഇടയിലാണ്, കോംപ്ലക്സ് 3യുടെയും 4ന്റെയും ഇടയിലാണ് സൈറ്റോക്രോം സി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ്, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ക്ലിയർ ആയല്ലോ? ആ സ്ട്രക്ചർ കറക്റ്റ് ആയല്ലോ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഫസ്റ്റ് കോംപ്ലക്സ്, അടുത്തത് എന്താണ്, തേർഡ് കോംപ്ലക്സ്, സെക്കൻഡ് കോംപ്ലക്സ്, ഫോർത്ത് കോംപ്ലക്സ്, പിന്നെ ATP സിന്തേസ്, പിന്നെ ഓരോ കോംപ്ലക്സിന്റെയും ഉള്ളിലുള്ള ആളുകൾ, മെമ്പേഴ്സ്, FMNS, FES. ഇവിടെ സൈറ്റോക്രോം ബി, FES, സൈറ്റോക്രോം C1. ഇവിടെ വരുമ്പോൾ എന്താണ്, FES. ഇവിടെ CU A ടൈപ്പ്, സൈറ്റോക്രോം A, സൈറ്റോക്രോം A3, CUB ടൈപ്പ്. ഇവിടെ F0, F1 പാർട്ടിക്കിൾ. ഇനി കോംപ്ലക്സ് 1ന്റെയും കോംപ്ലക്സ് 3യുടെയും ഇടയിൽ യുബിക്വിനോൺ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. ഇനി കോംപ്ലക്സ് 2ന്റെയും 3യുടെയും ഇടയിൽ യുബിക്വിനോൺ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. ഇനി കോംപ്ലക്സ് 3യുടെയും കോംപ്ലക്സ് 4ന്റെയും ഇടയിൽ സൈറ്റോക്രോം സി, അത് മറ്റൊരു പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി വെച്ചിട്ടാണ് ബാക്കി പ്രോസസ്സ് പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ പഠിച്ചു, നമ്മുടെ എയ്റോബിക് റെസ്പിറേഷൻ നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ ATP ഉണ്ടാവുന്നുണ്ട്, NADPH ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ NADPH2, അതുപോലെ തന്നെ FADH2 ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NADH2 ഫോം ചെയ്യുന്നുണ്ട്, FADH2 ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഏത് ഫോമിലോട്ട് മാറ്റണം? ATP ഫോമിലോട്ട് മാറ്റണം. അപ്പൊ ATP ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യണം? ഓക്സിഡൈസ് ചെയ്യണം. ആ പ്രോസസ്സാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുമ്പോഴാണ് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതിലൂടെ ഇലക്ട്രോൺ പാസ് ചെയ്യപ്പെടുന്നത്, പാസ് ചെയ്ത് ATP സിന്തസിസ് നടക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോംപ്ലക്സ് 1 നമ്മുടെ മാട്രിക്സിലുള്ള NADH2. എന്തിനെയാണ്? NADH2. അപ്പോൾ ഈ കോംപ്ലക്സ് 1ന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കിയേ, അതിന്റെ ഒരു പോർഷൻ മാട്രിക്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന പോർഷൻ എന്ത് ചെയ്യും? കോംപ്ലക്സ് നമ്പർ 1 NADH2നെ ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്ത് NADH ആക്കി മാറ്റും. ഓക്കെ, എന്നിട്ട് ആ ബ്രേക്ക് ഡൗൺ നടക്കുന്ന സമയത്തുള്ള 2 ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? FMN കൊടുക്കും ഇലക്ട്രോൺസ്. ഓക്കെ, 2 ഇലക്ട്രോൺ ആർക്ക് കൊടുക്കുന്നു? FMN കൊടുക്കുന്നു. അപ്പോൾ കോംപ്ലക്സ് 1ലെ ഒന്നാമത്തെ മെമ്പറായ FMN എന്ത് ചെയ്തു? FMN 2 ഇലക്ട്രോൺ വാങ്ങി. ആരിൽ നിന്നും വാങ്ങി? ഈ പ്രോസസ്സിൽ നിന്നും വാങ്ങി. ഇവിടെ നടന്ന പ്രോസസ് എന്താ? കോംപ്ലക്സ് നമ്പർ 1 എന്ത് ചെയ്തു? NADH2വിനെ NAD+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്തു. ഇനി FMNൽ നിന്നും ഈ ഇലക്ട്രോൺ FMN ആർക്ക് കൊടുക്കും? കോംപ്ലക്സ് നമ്പർ 1ലെ തന്നെ അടുത്ത മെമ്പറായ FESന് കൊടുക്കും. ഇലക്ട്രോണിനെ ആർക്ക് കൊടുത്തു? FESന് കൊടുത്തു. FES എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കോംപ്ലക്സ് നമ്പർ 1ൽ നിന്നും FESലേക്ക്, ആ കോംപ്ലക്സ് നമ്പർ 1ലെ തന്നെ FMNൽ നിന്നും FESലേക്ക് കിട്ടിയ ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണിനെ നമ്മുടെ കോംപ്ലക്സിന് പുറത്തുള്ള യുബിക്വിനോണിന് കൊടുക്കും. ആർക്ക് കൊടുക്കും? യുബിക്വിനോണിന്. ഓക്കെ, അങ്ങനെ യുബിക്വിനോണിലേക്ക് ഇലക്ട്രോൺ പാസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു എനർജി കിട്ടും, എനർജി റിലീസ് ചെയ്യും. അപ്പൊ ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാട്രിക്സിൽ നിന്നും 4H+ അയോൺസ് എങ്ങോട്ട് പോകും? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? മാട്രിക്സിൽ നിന്നും 4H+ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നു. ക്ലിയർ? അങ്ങനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് 4H+ വന്നു. ഇനി
ഇവിടുത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അതേ ഇങ്ങോട്ട് വരും, യൂബിക്വിനോണിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി യൂബിക്വിനോണിൽ നിന്നും ഈ H+നെ ആ യൂബിക്വിനോൺ സ്വീകരിക്കും. യൂബിക്വിനോൺ H+ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ഇവിടെ നിന്നും നമ്മുടെ മാട്രിക്സിൽ നിന്നും H+നെ 2 H+നെ കൂടി സ്വീകരിക്കും. അങ്ങനെ യൂബിക്വിനോൺ ഇപ്പൊ എന്തിനെയൊക്കെ വാങ്ങിച്ചു? FeSൽ നിന്നും ഇലക്ട്രോണിനെ വാങ്ങിച്ചു, മാട്രിക്സിൽ നിന്നും ഹൈഡ്രജനെ സ്വീകരിച്ചു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഇല്ലേ, അങ്ങനെ ഹൈഡ്രജൻ ഉണ്ടായി കഴിയുമ്പോൾ, ഹൈഡ്രജൻ കൂടി കഴിയുമ്പോൾ UQ എന്തായിട്ട് മാറി? UqH2 ആയിട്ട് മാറി. ഓക്കെ, അങ്ങനെ UqH2 ആയിട്ട് മാറി. ഈ UqH2 എന്ത് ചെയ്യും? UqH2ലെ ഹൈഡ്രജനിലെ സ്ട്രോമയിൽ നിന്നെടുത്ത ഹൈഡ്രജൻ, ആ ഹൈഡ്രജനെ ദാണ്ടെ വീണ്ടും നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. ഏത് വഴിയാ കൊടുക്കുന്നേ? ദാ ഈ പറഞ്ഞ കോംപ്ലക്സ് 3 വഴി കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് കിട്ടിയ ഇലക്ട്രോൺ ഇല്ലേ, അതായത് യുക്യുവിന് FeSന്ന് കിട്ടിയ ഇലക്ട്രോൺ ഇല്ലേ, ആ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? നമ്മുടെ കോംപ്ലക്സ് നമ്പർ 3യിലെ സൈറ്റോക്രോം Bയിലേക്ക് കൊടുക്കും. എങ്ങോട്ട് കൊടുക്കും? സൈറ്റോക്രോം Bയിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടം വരെയുള്ള പ്രോസസ് ഒന്നും കൂടി നോക്കാം. NADH2നെ കോംപ്ലക്സ് നമ്പർ 1 എന്തായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു? NAD+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന 2 ഇലക്ട്രോൺ കോംപ്ലക്സ് നമ്പർ 1ലെ ഫസ്റ്റ് മെമ്പർ ആയിട്ടുള്ള FMNന് കൊടുക്കുന്നു. FMN അതിനെ FeSന് കൊടുക്കുന്നു. FeS കോംപ്ലക്സിന്റെ വെളിയിൽ കാണപ്പെടുന്ന യൂബിക്വിനോണിന് കൊടുക്കുന്നു. ഈ സമയത്തുണ്ടാകുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് മാട്രിക്സിൽ നിന്നും 4H+ അയോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ 4H+ അയോൺ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോയി. ശേഷം ഇലക്ട്രോൺസ് ആർക്ക് കിട്ടി? യൂബിക്വിനോണിന് കിട്ടി. യൂബിക്വിനോൺ ഇതേ സമയം തന്നെ മാട്രിക്സിൽ നിന്നും ഹൈഡ്രജനെ സ്വീകരിക്കുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? UqH2 ആയിട്ട് മാറുന്നു. അപ്പോൾ UqH2ൽ ആരൊക്കെയുണ്ട്? ഇലക്ട്രോണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. UqH2 ഹൈഡ്രജനെ നമ്മുടെ കോംപ്ലക്സ് 3 വഴി എവിടോട്ട് കൊടുക്കും? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇലക്ട്രോണിനെ എങ്ങോട്ട് കൊടുത്തു? കോംപ്ലക്സ് നമ്പർ 3യിലെ ഫസ്റ്റ് മെമ്പറായ സൈറ്റോക്രോം Bയിലേക്ക് കൊടുത്തു. ക്ലിയർ? അവിടം വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ 2 ആണ്. കോംപ്ലക്സ് നമ്പർ 2 ഇവിടെ ഇരിക്കുകയാണ്. കോംപ്ലക്സ് നമ്പർ 2 എന്തിനാണ് സഹായിക്കുന്നത്? സക്സിനേറ്റ് ഡീഹൈഡ്രജനേസ് എന്നാണ് അതിന്റെ പേര്. അതായത് സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആകുന്ന സമയത്തുണ്ടാകുന്ന ആ FADH2 ഇല്ലേ, അതിനെ FAD ആക്കി മാറ്റുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അവിടെയും എന്തുണ്ടാവുന്നുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ആ ഇലക്ട്രോൺസിനെ FAD ഉണ്ടാകുന്ന സമയത്തുള്ള ഇലക്ട്രോൺസിനെ കോംപ്ലക്സ് നമ്പർ 2യിലെ തന്നെ FeSന് കൊടുക്കുന്നു. FeS അത് ആർക്ക് കൊടുക്കുന്നു? അതിന് വെളിയിലുള്ള യൂബിക്വിനോണിന് കൊടുക്കുന്നു. ഇവിടെ യൂബിക്വിനോൺ ഉണ്ട്. യൂബിക്വിനോൺ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണിനെ വാങ്ങിക്കും, ഒപ്പം മാട്രിക്സിൽ നിന്നും ഹൈഡ്രജനെ കൂടി എടുക്കും. എന്നിട്ട് എന്തായിട്ട് മാറും? യൂബിക്വിനോൺ H2 UqH2 ആയിട്ട് മാറും. അപ്പൊ UqH2ന്റെ കയ്യിൽ ആരൊക്കെയുണ്ട്? ഈ കോംപ്ലക്സ് നമ്പർ 2യിലെ FeS കൊടുത്ത ഇലക്ട്രോൺ ഉണ്ട്, മാട്രിക്സിൽ നിന്നെടുത്ത ഹൈഡ്രജനും ഉണ്ട്. മാട്രിക്സിൽ നിന്നെടുത്ത ഹൈഡ്രജനെ നോക്കിയേ, ഇങ്ങനെ കോംപ്ലക്സ് 3 വഴി എങ്ങോട്ട് കൊടുക്കും? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇവിടുന്ന് കിട്ടിയ ഇലക്ട്രോണില്ലേ, ആ ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം Bയിലേക്ക് കൊടുക്കും. അങ്ങനെ സൈറ്റോക്രോം Bയിൽ ഇപ്പോൾ എന്ത് വന്നിരിക്കുകയാണ്? ഇലക്ട്രോൺ വന്നിരിക്കുകയാണ്. അത് എവിടെ നിന്ന് കിട്ടിയതാണ്? കോംപ്ലക്സ് 1ൽ നിന്നും ഈ യൂബിക്വിനോണിലോട്ട് പോയി, ആ യൂബിക്വിനോൺ ഇങ്ങോട്ട് കൊടുത്തു. ഇനി എന്താണ്? കോംപ്ലക്സ് 2ൽ നിന്നും ഈ യൂബിക്വിനോണിലോട്ട് പോയി, അത് ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഈ ഇലക്ട്രോൺ ഒക്കെ എവിടെ വന്നു? സൈറ്റോക്രോം Bയിൽ വന്നു. സൈറ്റോക്രോം B എവിടത്തെയാണ്? കോംപ്ലക്സ് 3യിലെയാണ്. ഓക്കെ, അപ്പൊ കോംപ്ലക്സ് 1ലും കോംപ്ലക്സ് 2ൽ നിന്നും ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് കൊണ്ടുചെല്ലുന്നത്? കോംപ്ലക്സ് 3യിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. അങ്ങനെ കോംപ്ലക്സ് 3യിലെ സൈറ്റോക്രോം Bയിലേക്ക് ഇലക്ട്രോൺ വന്നു. അതിനുശേഷം സൈറ്റോക്രോം B ഇലക്ട്രോണിനെ അടുത്ത മെമ്പറായ FeSന് കൊടുക്കും. FeS ആ ഇലക്ട്രോണിനെ അടുത്ത മെമ്പറായ സൈറ്റോക്രോം C1ന് കൊടുക്കും.
സൈറ്റോക്രോം C1 ആ ഇലക്ട്രോണിനെ ഇതിന്റെ വെളിയിൽ കാണപ്പെടുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പായ സൈറ്റോക്രോം സിക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സൈറ്റോക്രോം സി ആണ്, ഇവിടെയും സൈറ്റോക്രോം സിയിലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ സൈറ്റോക്രോം സി വഴി നമ്മുടെ ഇലക്ട്രോൺസ് എവിടേക്ക് വരുന്നു? കോംപ്ലക്സ് നമ്പർ 4ലേക്ക് വരുന്നു. എവിടേക്ക് വരുന്നു? കോംപ്ലക്സ് നമ്പർ 4ലേക്ക്. അങ്ങനെ സൈറ്റോക്രോം സിയിൽ നിന്നും കോംപ്ലക്സ് നമ്പർ 4ലേക്ക് വരുമ്പോൾ കോംപ്ലക്സ് നമ്പർ 4ലെ ആദ്യത്തെ മെമ്പറായ CuA ടൈപ്പ്, കോപ്പർ A ടൈപ്പ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും. എന്നിട്ട് CuA അത് സൈറ്റോക്രോം Aക്ക് കൊടുക്കും. ഓക്കെ, സൈറ്റോക്രോം A ആ ഇലക്ട്രോണിനെ സൈറ്റോക്രോം A3ക്ക് കൊടുക്കും. സൈറ്റോക്രോം A3 ആ ഇലക്ട്രോണിനെ CuB ടൈപ്പിന് കൊടുക്കും. CuB ടൈപ്പിൽ നിന്നും ആ ഇലക്ട്രോൺ ഓക്സിജൻ വാങ്ങിക്കും. ഓക്കെ, ഈ ഇലക്ട്രോൺ ആർക്ക് പോയി? ഓക്സിജന് പോയി. ഇവിടെ വെച്ച് ഓക്സിജൻ ഈ ഇലക്ട്രോൺ വാങ്ങിക്കും. കൂടാതെ നമ്മുടെ മാട്രിക്സിൽ നിന്ന് തന്നെ H+നെ സ്വീകരിച്ച് എന്തായിട്ട് ഫോം ചെയ്യുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? വാട്ടർ ഫോം ചെയ്യുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ മാട്രിക്സിൽ നിന്നും 2 H+ കൂടി എവിടെ പോകുന്നുണ്ട്? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, മാട്രിക്സിൽ നിന്നും H+ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പോയില്ലേ? അപ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് H+ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് H+ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ വാട്ടർ ഉണ്ടാകാൻ വേണ്ടി മാട്രിക്സിൽ നിന്നാണ് H+നെ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാട്രിക്സിലെ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇന്റർ മെംബ്രെയിൻ സ്പേസിലെ H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അങ്ങനെ മാട്രിക്സിൽ എന്ത് കുറഞ്ഞു? H+ കുറഞ്ഞു. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ എന്ത് കൂടി? H+ കൂടി. ഇതിന്റെ ഫലമായി ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ്, ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നു. അതായത് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ്, ഇവിടെ പ്ലസ് കൂടുതലാണ്, ഇവിടെ എന്ത് കൂടുതലാണ്? പ്ലസ് കൂടുതലാണ്, ഇവിടെ മൈനസ് ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയന്റ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായും കോൺസെൻട്രേഷൻ കൂടിയ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ മാട്രിക്സിലേക്ക് ഹൈഡ്രജൻ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും? ഇന്റർ മെംബ്രെയിൻ സ്പേസിനെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ മെംബ്രെയിനെ ഡയറക്റ്റ് ക്രോസ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഹൈഡ്രജന് പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? അതെ, ഇവിടേക്ക് വന്ന് നമ്മുടെ ATP സിന്തേസ് എൻസൈമിന്റെ F0 പാർട്ടിക്കിളിലേക്ക് കടക്കും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? ATP സിന്തേസ് എൻസൈമിന്റെ കാര്യമൊക്കെ പഠിച്ചായിരുന്നു, ഫംഗ്ഷനിങ്ങും അതിന്റെ പ്രോസസ്സൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ F0യിലേക്ക് കടക്കും. F0 ഒരു മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അത് നമ്മുടെ H+ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ H+ F0യിലേക്ക് വരും. F0യിൽ നിന്നും F1 വഴി എങ്ങോട്ട് പോകുന്നു? മാട്രിക്സിലേക്ക് തിരികെ പോകുന്നു. അങ്ങനെ H+ ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു എനർജി നമ്മുടെ ATP സിന്തേസിന് കിട്ടുന്നു. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് മൂലം നമ്മുടെ ഇനാക്റ്റീവ് ആയിട്ടിരുന്ന ATP സിന്തേസ് എൻസൈം എന്തായിട്ട് മാറുന്നു? ആക്റ്റീവ് ആയിട്ട് മാറുന്നു. അങ്ങനെ ആക്റ്റീവ് ആയിട്ട് മാറുമ്പോൾ ATP സിന്തേസ് എന്ത് ചെയ്യുന്നു? ADPയെ ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യിച്ച് എന്താക്കി മാറ്റുന്നു? കറസ്പോണ്ടിങ് ATP ആയിട്ട് മാറ്റുന്നു. ഓക്കെ, ADPയെ ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യിക്കുന്നു, ATP ആക്കി മാറ്റുന്നു. അങ്ങനെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫലമായിട്ടുണ്ടായ എന്താ? NADH2 അതുപോലെ തന്നെ FADH2 അതിനെയെല്ലാം എന്താക്കി മാറ്റി? ഓക്സിഡൈസ് ചെയ്തു. എന്താക്കി മാറ്റി? ATP ആക്കി മാറ്റി. ഇലക്ട്രോൺസിനെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു? ഓക്സിജൻ അക്സെപ്റ്റ് ചെയ്തു, വാട്ടർ ഫോം ചെയ്തു. ക്ലിയർ? അതോടുകൂടി ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിന് സഹായിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആയിട്ടുള്ള കോംപ്ലക്സുകളാണ്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 4 ആൻഡ് ATP സിന്തേസ് എൻസൈം. ഇതെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്.
ഓക്കെ, ഇന്നർ മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ? അത്രയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സിന്തസിസ് ഓഫ് ATP ഇൻ സെല്ല്. സെല്ലില് ATP സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. മുൻപ് നമ്മൾ ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പഠിച്ചായിരുന്നു. എന്താണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ? ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ATP ഫ്രം ADP ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ പ്രസൻസിൽ ATPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും എന്ത് ചെയ്തു? കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു? ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു? ATP ആയിട്ട് മാറുന്നു. അതാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടായില്ലേ? H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ ഫലമായിട്ടാണ് ATP സിന്തേസ് ആക്റ്റീവ് ആയതും ഹൈഡ്രജൻ അയോൺസ് മൂവ് ചെയ്തപ്പോൾ ATP സിന്തേസ് ആക്റ്റീവ് ആയതും ATP പ്രൊഡക്ഷൻ നടന്നതും. ഓക്കെ, അപ്പോൾ അതാണ് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ. അവിടെ ലൈറ്റ് ആണ് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാക്കിയത്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്. എന്താണ്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. എന്താണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നതും എന്താണ്? ATP സിന്തസിസ് ആണ്. ഇറ്റ് ഈസ് ദ സിന്തസിസ് ഓഫ് ATP ഇൻ റെസ്പിറേഷൻ. റെസ്പിറേഷൻ പ്രോസസ്സിന് ശേഷം ATP സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇതിനെ ഈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഹിയർ ദ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ടു സിന്തസൈസ് ATP. ഇവിടെ ATPയുടെ സിന്തസിസിന് വേണ്ടിയിട്ട് എന്ത് വേണ്ടി വന്നു? പ്രോട്ടോൺ ഗ്രേഡിയന്റ്, H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വേണ്ടി വന്നു. അപ്പൊ ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവിടെ നടന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അല്ലെ? അപ്പൊ ആ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആണ് എന്തിനു സഹായിച്ചത്? അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകാൻ സഹായിച്ചത്. അതുവഴി ATP സിന്തസിസ് നടന്നത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഹിയർ ദ എനർജി ഓഫ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ടു സിന്തസൈസ് ATP. ക്ലിയർ? അപ്പൊ അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.